ഈ കഥ ഓർക്കുന്നുണ്ടോ? ഒരു 8-10 വർഷം മുൻപ് നടന്നതാണ്. എന്നത്തെയും പോലെ തമിഴ്നാട്ടിൽ ഒരു റാൻഡം സിനിമ ഇറങ്ങുന്നു. പേരുകേട്ട മേൽവിലാസങ്ങൾ ഒന്നും തന്നെ അവകാശപ്പെടാനില്ലാത്തൊരു ചിത്രം. പക്ഷെ പതിയെ പതിയെ ആ സിനിമ തമിഴ്നാട്ടിൽ ഒരു കാട്ടുതീ പോലെ പടരുകയാണ്. വൈകാതെ തന്നെ വാർത്ത കേരളത്തിലും എത്തി. അപ്പൊ നോക്കുമ്പോൾ മലയാളികൾക്ക് ആഘോഷിക്കാൻ പാകത്തിൽ സിനിമയിലെ സെൻട്രൽ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നമ്മുടെ 80s ചോക്ലേറ്റ് ഹീറോ റഹ്മാൻ. പിന്നൊന്നും പറയണ്ട, ഫേസ്ബുക്കിൽ ഈ സിനിമയെ പറ്റി കഥയായി, കവിതയായി, അങ്ങനെ മലയാളികളും ഈ സിനിമയെ വാനോളം പുകഴ്ത്തി. ആൻഡ് ഈ സിനിമയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ സിനിമ എടുക്കുമ്പോൾ ഇതിന്റെ സംവിധായകന്റെ പ്രായം 22. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹം സ്ക്രിപ്റ്റ് പറയാൻ വന്നപ്പോൾ പലതവണ താൻ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നടൻ റഹ്മാൻ പിന്നീട് ഇന്റർവ്യൂകളിൽ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അതോടൊപ്പം സിനിമയിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രോമിനന്റ് പേരുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒടുക്കം ഈ പറഞ്ഞ റഹ്മാൻ ഇതിൽ അഭിനയിക്കുകയും ചെയ്തു. സിനിമ തിയേറ്ററിൽ റിലീസാവുകയും ചെയ്തു. പടം ഹിറ്റുമായി. ഒരുപാട് ട്വിസ്റ്റും ടേൺസും ട്വിസ്റ്റും ഒക്കെയുള്ള ഒരു സിനിമ. പക്ഷെ ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും അൺഫിനിഷ്ഡ് ആയി കിടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ഇറങ്ങിയിരുന്ന സമയത്ത് തീരെ ചെറുപ്പമായിരുന്ന ഇതിന്റെ സംവിധായകന് കിട്ടിയ അപ്രിസിയേഷൻസ് വാനോളമായിരുന്നു. അതുകൊണ്ട് അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇനി ഇയാളുടെ കരിയർ റോക്കറ്റ് വിട്ട പോലൊരു പോക്കായിരിക്കുമെന്നൊക്കെ. പക്ഷെ അതുപോലൊരു ബ്രില്യൻ സിനിമ എടുത്ത പുള്ളി അതിനുശേഷവും സിനിമകൾ ചെയ്തെങ്കിലും പതിയെ പതിയെ അങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം ആളുകൾ മറന്നു തുടങ്ങി. അന്ന് ഈ ചെറുപ്പക്കാരന് ഏത് ലെവൽ ഹൈപ്പായിരുന്നു കിട്ടിയിരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൈദി സിനിമ ഇറങ്ങിയപ്പോൾ ലൊക്കേഷന് കിട്ടിയിരുന്ന ഒരു ഹൈപ്പ് ഇല്ലേ, സെയിം ലെവൽ. എനിവേസ്, സിനിമാ ലോകം ഇങ്ങനെയാണ്. അതിനകത്ത് ദീർഘകാലം റെലവന്റായി നിലനിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ഇതാണ് കഥ. സിനിമയുടെ പേര് ധ്രുവങ്ങൾ 16. സംവിധാനം കാർത്തിക് നാരായൺ.